ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഒരു മാസത്തിനിടെ പ്രധാനമന്ത്രി എത്തുന്നത്. എത്രത്തോളം ഒരുക്കങ്ങൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടത്തി, എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വം ഇതിനെ കാണുന്നത്? കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വം വളരെയധികം വിശ്വാസ്യത ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം താഴെ വരെ എത്തിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വന്നിരിക്കുന്നത്. വലിയ സ്വീകരണമായിരിക്കും ഇത്തവണയും നരേന്ദ്രമോദിജിക്ക് കൊച്ചിയും തൃശ്ശൂരും നൽകാൻ പോകുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിനുള്ള ലൈനപ്പിലടക്കം നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗമുണ്ട്, അതോടൊപ്പം തന്നെ റോഡ് ഷോ ഉണ്ട്. എന്താണ് കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്? ഒരു അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ അതിനപ്പുറം മുന്നോട്ട് പോവുക, അതാണോ പ്രതീക്ഷ? കേരളത്തിൽ നിന്ന് നിരവധി സീറ്റുകളിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകളും അതിനനുസരിച്ചുള്ള ജനപിന്തുണയുമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും നരേന്ദ്രമോദിയുടെ നേതൃത്വം ആഗ്രഹിക്കുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരുന്നു. അതുകൊണ്ട് പല വിവാഹങ്ങളും അത് ബാധിക്കുന്നു എന്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാണ്? കള്ളപ്രചരണങ്ങളാണ്. അവിടെ ഒരു വിവാഹത്തെയും ബാധിക്കുന്നില്ല. വിവാഹത്തിൻ്റെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ മന്ദബുദ്ധികളിലൂടെ പല കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിവസം വിവാഹം കഴിക്കാൻ മറ്റു പല സ്ഥലങ്ങളിലും വിവാഹം നിശ്ചയിച്ച ദമ്പതികൾ ഗുരുവായൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ഈ ടി.എൻ. പ്രതാപനെതിരെ താങ്കൾ ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ചുവരെഴുത്ത് അദ്ദേഹം ഇടപെട്ട് മായ്ച്ചിട്ടുണ്ട്. അതായത് AICCയുടെ നിർദ്ദേശം വന്ന ശേഷം ചുവരെഴുത്ത് മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇനി എന്ത് ചുവരെഴുതിയിട്ടും കാര്യമില്ല. അദ്ദേഹം 3-ാം സ്ഥാനത്തായിരിക്കും, ഒരു സംശയവും വേണ്ട. ഞാനിതാ പറയുന്നത് എഴുതി വെച്ചോളൂ. പ്രതാപൻ ഇത്തവണ ദയനീയമായിട്ട് 3-ാം സ്ഥാനത്തായിരിക്കും. ബി.ജെ.പിയും LDF-ഉം തമ്മിലാണ് മത്സരം. സുരേഷ് ഗോപി ജയിക്കും, LDF 2-ാം സ്ഥാനത്ത് വരും, UDF 3-ാം സ്ഥാനത്തായിരിക്കും. ഈ മറ്റൊന്നിപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ പുതിയ ഒരു ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ പ്രമുഖ നേതാക്കളുടെ അടക്കം പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ അനധികൃത വായ്പകൾക്ക് വേണ്ടി ഇടപെട്ടു എന്നാണ് പറയുന്നത്. അല്ല, ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് പാർട്ടിയുടെ ഒരു കമ്മിറ്റിയാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ്. AC മൊയ്തീൻ മാത്രമല്ല, നിലവിലുള്ള മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള രാജീവ് അടക്കം ആ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ED ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് CPM-ൻ്റെ തന്നെ നേതാക്കന്മാർ, മുൻ ബാങ്ക് സെക്രട്ടറി അടക്കം നൽകിയിട്ടുള്ള മൊഴികൾ, അവർ ഈ വ്യാജ വായ്പകൾ കൊടുത്തതെല്ലാം P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് എന്നുള്ള മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല. നിയമകാര്യ മന്ത്രിയാണ്. നിയമത്തിൻ്റെ ബാലപാഠം അദ്ദേഹത്തിന് അറിയുമെങ്കിൽ അദ്ദേഹം വേഗം രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. എല്ലായിടത്തും നല്ല മികച്ച സ്ഥാനാർത്ഥികളുണ്ടാവും. തിരുവനന്തപുരം മാത്രമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട, എല്ലാ മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളുണ്ടാവും. വളരെ